അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വ്യാപക ആക്രമണം. കപ്പലുകൾ തിരിച്ചുപോയി എന്നുള്ളത് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുമെങ്കിലും തീപിടുത്തമുണ്ടായി എന്നുള്ള പ്രാദേശിക റിപ്പോർട്ടും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം 4 ഇറാൻ ഡ്രോണുകൾ വെടിവെച്ച് തകർത്തതിന് പ്രത്യാക്രമണമായിട്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പര തന്നെ അമേരിക്കയുടെ സൈനിക കപ്പലുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ പടക്കപ്പലുകൾക്ക് നേരെയും നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പടക്കപ്പൽ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയത് എന്നോ അതല്ലെങ്കിൽ കടലിൽ നങ്കൂരമിട്ട കപ്പലിന് നേരെ ആക്രമിക്കുകയാണോ ചെയ്തത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുള്ള ചെറിയ ദ്വീപുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കനത്ത രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. കൊറം ദ്വീപിനോട് ചേർന്നുള്ള മറ്റ് ചില ദ്വീപുകളിലും ഇത്തരം സമാനമായിരിക്കുന്ന അമേരിക്കൻ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതും അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ അപ്പോൾ തന്നെ ഇറാൻ നൽകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് സ്ഥിരീകരിച്ചതായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്ന സമയത്ത് അത്തരമൊരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഇറാൻ്റെ ഭാഗത്ത് പ്രതികരണം വന്നു. കഴിഞ്ഞ ദിവസം ഓർമസ് കടലുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലൂടെ ഒരു കപ്പൽ പോലും കടന്നു പോയിട്ടില്ല എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിച്ചു. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഏതൊരു കപ്പൽ വരുന്ന സമയത്തും തടയുകയും വിവരങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ തങ്ങൾ ചുങ്കം ചുമത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഇനി തുടരുകയും ചെയ്യുമെന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് അമേരിക്ക പറയുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ്. എന്നാൽ ചിലത് മാത്രമേ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ്. പലതും മൂടി വെക്കപ്പെടുകയാണ്. കാര്യം വലിയ രീതിയിലുള്ള നാശങ്ങളൊക്കെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നാശങ്ങളും നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പുറത്ത് വരുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഇസ്രായേലും അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ സൈനികർ കൊല്ലപ്പെടുകയോ അവരുടെ ആയുധങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ അവർ പുറത്ത് പറയാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തുടർചലനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓർമസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമാണ്. വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി റഷ്യ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സ്വാഗതാർഹമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിനോടനുബന്ധിച്ച് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്, വർത്തമാനകാലം നടക്കുന്നത്. അതിൻ്റെ ദാരുണമായിരിക്കുന്ന പ്രതിഫലനങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഈ തത്വത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അവകാശികളിലേക്ക് അവകാശം മടങ്ങുക എന്നുള്ളതാണ്. അഥവാ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതിർത്തി പങ്കിടേണ്ടത് ഒരു ഭാഗത്ത് ഇറാനാണെങ്കിൽ മറുഭാഗത്ത് ഒമാനാണ്. ഒമാൻ്റെയും ഇറാൻ്റെയും അത് ഈ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോക രാജ്യങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് പരോക്ഷമായ രീതിയിൽ അമേരിക്കയെ വിമർശിച്ചുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇതും മേഖലയിൽ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകുന്നു. അഥവാ നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യമായിരിക്കുന്ന റഷ്യ അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു എന്ന് പറയുന്ന സമയത്ത് അത് മറ്റു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ സൂചകമായിട്ട് പോലും ഉയർത്തുന്നു. ഒന്നാമത്തത് ഈ വിഷയം ഇറാൻ പറയുന്നത് തന്നെയാണ്. തങ്ങളുടെയും ഒമാൻ്റെയും അതിർത്തി പങ്കിടുന്ന ഈ കടലാണ് ഹോർമുസ് എന്ന് പറയുന്നത്. തങ്ങളാണ് അതിൻ്റെ അവകാശികൾ. അപ്പോൾ ഇവിടുന്ന് ചുങ്കം പിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം തങ്ങൾ ഒമാന് നൽകുന്നതാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് ഇറാൻ്റെ നിലപാട്. അതാത് രാജ്യത്തിൻ്റെ ഭൗതിക ഭൂമിയോട് ചേർന്നിട്ടുള്ള കടലിടുക്കുകൾ അവരുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇനി അന്താരാഷ്ട്ര പാതകളൊക്കെ ഉള്ള പല മേഖലകളും ഉണ്ട്. അന്താരാഷ്ട്ര മേഖലകൾ ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യരുത്, അത് മറ്റുള്ള രാജ്യത്തിന്, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യത്തിന് അത് ശല്യമാവാനോ പ്രയാസമാവാനോ പാടില്ല. മാത്രവുമല്ല, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഏതൊക്കെ അറ്റം വരെ പോകുമോ ആ അറ്റം വരെ പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് പ്രവൃത്തി അവരുടെ രാജ്യത്തിന് നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ മേഖലകൾ കയറി അവർ ആക്രമിക്കുകയാണ്. അതിൽ ഗസ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് മാത്രമല്ല, ലെബനാൻ മാത്രമല്ല, ഈ സിറിയ മാത്രമല്ല, അങ്ങനെ വ്യാപകവും വിപുലവുമായിരിക്കും രീതിയിലുള്ള അക്രമ പരമ്പരകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലെബനാനിൽ ഇന്നലെയും അക്രമം നടത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്ന സമയത്ത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സമയമാണിപ്പോൾ. അത് ലംഘിച്ചുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ നടത്തുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് പരാതിയില്ല.
അമേരിക്കക്കുള്ള ആകെ പരാതി വെച്ചാൽ ഇറാൻ ഇടപെടുന്നു, ഇറാൻ സംസാരിക്കുന്നു, ഹോർമസിൽ നിന്ന് പിരിവെടുക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ന്യായം സംസാരിക്കുന്ന സമയത്ത് ആര് തെറ്റ് ചെയ്താൽ തെറ്റ് എന്നും ശരി ചെയ്താൽ ശരിയെന്നും പറയുന്നതിന് പകരം പക്ഷം ചേർന്നുകൊണ്ടുള്ള നിലപാടുകളാണ് വിമർശനത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും ഒക്കെ മുഖാമുഖം ഏറ്റുമുട്ടുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ട്രംപിനെ അനുകൂലിക്കുന്ന, അല്ലെ ട്രംപിൻ്റെ ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടി പോലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സപ്പോർട്ടായിട്ട് വോട്ട് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് നയങ്ങളും നിലപാടുകളും ഇല്ലാത്ത ഒരു രാജ്യമായി അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊന്നല്ല കാര്യങ്ങൾ പോകുന്നത്. ലോകത്ത് നിന്ന് അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഭാവിയിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പരസ്യമായ രീതിയിൽ തന്നെ അതിൽ ഇടപെടാൻ വേണ്ടി ആ രാജ്യത്തോടൊപ്പം മറ്റ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ലോക സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യമായ, അതായത് സൂപ്പർ പവറുള്ള രാജ്യത്തിൽ നിന്ന് അതങ്ങനെ വ്യതിചലിച്ചു പോകുന്നുണ്ട്, അതങ്ങനെ അംഗീകാരമില്ലാത്ത രീതിയിലേക്ക് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. ആ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് തൊട്ടപ്പോൾ ഉണ്ടായത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അത് അങ്ങനെയല്ല, തങ്ങൾ തന്നെയാണ് പവറുള്ള രാജ്യം എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കേണ്ട പ്രവൃത്തികളാണ് ഇപ്പോൾ അമേരിക്ക നടത്തി കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്കിത് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു നിലപാടുകളും ഈ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്തു വരുന്നില്ല. ഈ വരുന്ന റിപ്പോർട്ടുകളെല്ലാം ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ തന്നെയാണ്. അമേരിക്കയുടെ ഒരു സൈനികൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ വന്നിരുന്നു, പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണ റിപ്പോർട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ രീതി മനസ്സിലാക്കുന്ന കാര്യം, ശക്തമായിരിക്കുന്ന ആക്രമണം തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ സൈനികർക്ക് നേരെയും കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. 2 കപ്പലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. 2 കപ്പലും ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് എന്നുള്ളതും, ഏറ്റുമുട്ടലുകൾ നടന്നിട്ടില്ല, പകരം ഇറാൻ്റെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്ത രീതിയിൽ പതറിപ്പോയി എന്നും വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഈ മേഖല സുരക്ഷിതമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് കേൾക്കുന്ന തരത്തിലും ഒരു റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ജീവഹാനി ഉണ്ടാകും. മാത്രമല്ല ഒരുപക്ഷെ കടൽ തകർന്നുകൊണ്ട് കടലിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് ഒന്നുകൂടി സങ്കീർണമാകും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തി ക്ഷയിച്ചിരിക്കുന്നു, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതിലൂടെ കടന്നു പോകാം, ഇതൊരു പരീക്ഷണമാണ്, ഇനി തൊട്ട് പരീക്ഷണത്തിൻ്റെ പിറകെ ഒരുപാട് കപ്പലുകൾ വരാറുണ്ട് എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധാരണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കപ്പൽ അധികൃതർക്ക് അല്ലെങ്കിൽ ഇവരുടെ സേനാ വിഭാഗത്തിന് നടത്തിയത് എന്നും പറയപ്പെടുന്നു. അങ്ങനെ അവർ സുരക്ഷിത മേഖല എന്ന് കരുതിയിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സുരക്ഷിതമല്ലായിരുന്നു. അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഇറാൻ വരച്ചിരിക്കുന്ന ഒരു അതിർത്തി പാതയുണ്ട്, അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ വെടിവെപ്പോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ നടന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ കപ്പലുകൾ സുരക്ഷിതമായ രീതിയിൽ, അതായത് അമേരിക്ക ലോകത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യം, യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞത്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും പെട്രോളിയം വഹിച്ചുകൊണ്ട് അവരുടെ ഏത് തരത്തിലുള്ള യാത്രാ കപ്പലാണെങ്കിലും ബിസിനസ് കപ്പലാണെങ്കിലും ലോഡിംഗ് കപ്പലാണെങ്കിലും ഒക്കെ പോകാം, വിഷയമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമുള്ളത്. അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുമെന്ന് അമേരിക്ക പറയുന്നു. അതൊക്കെ അതൊരു പക്ഷേ ലോകം വിശ്വസിച്ചെന്ന് വരും. പക്ഷേ നിങ്ങൾക്ക് ആര് സുരക്ഷിതത്വം നൽകും? അമേരിക്കൻ കപ്പലുകൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടത് ആരാണ്? അതെങ്ങനെയാണ് കിട്ടുക എന്ന ചോദ്യമാണ് പ്രസക്തമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിലൊന്ന് കൃത്യമായ രീതിയിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും ഇതിനൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. വലിയ രീതിയിൽ ആക്രമണ പരമ്പര ഈ മേഖല ഉണ്ടാകുന്നു. കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉള്ളത്. അതിൽ കുറഞ്ഞൊരു ഭാഗം, നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് പുറത്തു വരുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.